ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ ജാവ ഊപ്സിന്റെ രണ്ടാമത്തെ പ്രാക്ടിക്കൽ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഒരുപാട് തിയറി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഒക്കെ കാണാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് മസ്റ്റായിട്ട് കംപ്ലീറ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, എന്താണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് നോക്കാം. എൻകാപ്സുലേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. എൻകാപ്സുലേഷൻ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത് ഇസ് ടു മേക്ക് ഷുവർ ദാറ്റ് സെൻസിറ്റീവ് ഡാറ്റ ഈസ് ഹിഡൻ ഫ്രം യൂസേഴ്സ്. അതായത് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ അതായത് ഹൈഡ് ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഗെറ്റ് അതുപോലെ തന്നെ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റനെ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് എക്സാമ്പിളിലോട്ട് കടക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി എന്തുണ്ട്, ഒരു പബ്ലിക് ക്ലാസ് ഞാൻ ഒരു മെയിൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് എന്ത് ചെയ്യാം, നമ്മൾ വെൽക്കം ടു കോഡ് കോഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലൈൻ ഓഫ് കോഡ് ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വേറെ ഫയലിനകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം നിങ്ങൾ JDK ഒക്കെ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ നെയിം ഞാൻ ഇവിടെ കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇവിടുന്ന് ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ജസ്റ്റ് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളത് വേണം. പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, നമുക്കൊരു നെയിം കൊടുക്കണം. നെയിം സ്ട്രിങ് ആണ്, സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്. ഇപ്പോൾ ഇത് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അതിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെ എല്ലായിടത്തുനിന്നും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് വേണ്ട ഈ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഗെറ്റർ മെത്തേഡാണ്. ഈ ഒരു ഗെറ്റർ മെത്തേഡ് ഞാൻ ഇതിവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലൈന് കമൻറ്റ് ചെയ്യാണ്. ഗെറ്റർ മെത്തേഡ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, പബ്ലിക് സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട്, അതായത് ഗെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, ഒരു മെത്തേഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മെത്തേഡാണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇതിനകത്ത്, കാരണം നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, നെയിം എന്ന് പറഞ്ഞിട്ട്. അതായത് ജസ്റ്റ് നെയിമിനെ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഈ ഒരു ക്ലാസ്സിനകത്തുള്ള നെയിം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനെ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഈ ഒരു ഗെറ്റ് നെയിമിനെ എവിടെ നമ്മൾ, അതായത് ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റ്, ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗെറ്റ് നെയിം എന്ന് പറയുന്ന മെത്തേഡിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് നെയിമിനെ തിരിച്ചു കൊടുക്കും. അത്രയും മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് നമ്മൾ സെറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതും ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അവിടെ. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, പബ്ലിക് വോയിഡ് സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ടാണ് നെയിമിന് പേര് കൊടുക്കുന്നത്. സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് കൊടുത്ത്, ഈ ഒരു മെത്തേഡിൻ്റെ എന്ത് ചെയ്യും, ഇതുപോലെ ഞാൻ ബ്രാക്കറ്റൊക്കെ കൊടുത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് താഴോട്ട് സ്പേസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ നമ്മളെ ഒരു എന്ത് ചെയ്യുക, ഒരു പാരാമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ് ആണ്. അതായത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സെറ്റ് നെയിമിനെ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് സെറ്റ് നെയിമിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെറ്റ് നെയിമിലോട്ടൊരു നെയിം എന്തെങ്കിലും പാസ് ചെയ്ത് കൊടുക്കണം. പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിനകത്ത് ഈ ഒരു നെയിം, ഈ ഒരു മെത്തേഡിനകത്ത് ആ ഒരു നെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യേണ്ടത്, ദിസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ മനസ്സിലായില്ലേ, ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ആ ഒരു നെയിം, അതിലോട്ട് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് വെക്കുന്ന ഏതാണ്, ന്യൂ നെയിം. അതായത് ഇവിടെ ഈ ഒരു മെത്തേഡിനകത്ത് ഇതിനകത്ത് വരുന്ന ഈ ഒരു പാരാമീറ്ററിലൂടെ വരുന്ന ആ ഒരു നെയിമിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലോട്ട് അസൈൻ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സിമ്പിളായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെയിൻ മെത്തേഡ് ഉണ്ട് ഇവിടെ ഓൾറെഡി. ഈ ഒരു മെയിൻ മെത്തേഡിനകത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിന് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ആദ്യം പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ നെയിം കൊടുത്ത് നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ നെയിം കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്യുക, മൈ OBJ എന്ന് കൊടുക്കുകയാണ്.
മൈ OBJ എന്ന് പറഞ്ഞു കൊടുത്ത് ഈ ഇവിടെ മൈ OBJ ഇനി ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സൺ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കൺസ്ട്രക്ടറും അതിൻ്റെ കൺസ്ട്രക്ടറും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. ഈ മൈ OBJ ഒക്കെ എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക്? ഗെറ്റ് നെയിം, അതുപോലെ തന്നെ സെറ്റ് നെയിം, ഇതൊക്കെ പബ്ലിക്കാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടാണ് വരുന്നത് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കാം, നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ മൈ OBJ ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു വാല്യൂ കൊടുത്തു. ഞാൻ എൻ്റെ നെയിമിനെ കൊടുക്കുകയാണ്, ഫൈസു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്. ഓക്കെ, ഞാൻ ഫുൾ നെയിം കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അടുത്ത് ഇവിടെ ഓൾറെഡി സിസ് ഔട്ട് ഉണ്ട്. system.out.println ഞാൻ എന്ത് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വെൽക്കം ടു കോഡ് കോഡേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് എന്ത് ചെയ്യാൻ ഞാൻ ഒഴിവാക്കിയിട്ട് മൈ OBJ ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്. ഇനി നമ്മളിത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. എറർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു എറർ വരുന്നതെന്ന് നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെയിം ഹാസ് പ്രൈവറ്റ് ആക്സസ് ഇൻ പേഴ്സൺ. നെയിം എന്താണ്, പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് ആയിട്ടാണ് അതിന് ആക്സസ്. അതുകൊണ്ട് പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഇതുപോലെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്കതിനെ ആക്സസ് ചെയ്യണം. എങ്ങനെയാണ് ഇനി ആക്സസ് ചെയ്യാം? നമ്മളെ അടുത്ത് 2 മെത്തേഡ്സ് ഉണ്ട്. ഈ ഒരു നെയിമിനെ തന്നെ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിലുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ അടുത്ത് മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഗെറ്റർ അതുപോലെ തന്നെ സെറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ആക്സസ് ഒക്കെ മോഡിഫിക്കേഷൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മെയിൻ മെത്തേഡിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ സിമ്പിളായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഡയറക്റ്റ് നെയിമിലോട്ട് അസൈൻ ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെത്തേഡ് കോൾ ചെയ്തു. ഈ ഒരു മെത്തേഡിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്ട്രിങ് ആയിട്ടുള്ള നെയിമിനെ ജസ്റ്റ് ഇതുപോലെ കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനകത്ത് ഞാൻ ഇതുപോലെ പാസ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, ഇപ്പോൾ സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഫൈസു റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രിങ് ആയിട്ട് ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുത്ത്. ഇപ്പോൾ ഇത് എവിടെയാണ് വരിക, ഇവിടെ ഇതിനകത്ത് വരും. സെറ്റ് നെയിമിനകത്ത് ഈ ഇത് കിട്ടും. ഈ ഒരു നെയിം പുതിയ നെയിമാണ് നമ്മൾ കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ ഒരു നെയിമിനെ ഡയറക്റ്റ് ദിസ് ഡോട്ട് നെയിമിലോട്ട് അസൈൻ ചെയ്ത് വെക്കും. അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രൈവറ്റ് നെയിം എന്ന് പറയുന്ന പേഴ്സൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പം നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു നെയിം ആയിരിക്കും. ഇനി നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മൈ OBJനെ ഇപ്പോഴും നമുക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. മൈ OBJ ഡോട്ട് നെയിം ഇനിയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോഴും എന്ത് പറയുന്നുണ്ട്, നെയിം ഹാസ് പ്രൈവറ്റ് ആക്സസ് ഇൻ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ അതിനെ എങ്ങനെ ആക്സസ് ചെയ്യും, ഡോട്ട് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഗെറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്, അതായത് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വാല്യൂവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. ഗെറ്റ് നെയിം അതൊരു മെത്തേഡാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ കോൾ ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാണ്. ഇനി ഞാനിത് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു നെയിം വന്നില്ലേ, എൻ്റെ നെയിം ഫുൾ നെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള നെയിം ആയിരുന്നു, പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഈ സിമ്പിളായിട്ട് ഈ ഒരു വാല്യൂടെ കിട്ടി. അതായത് ഗെറ്റ് നെയിം എന്ന് പറയുന്ന മെത്തേഡ് വിളിച്ചപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള നെയിമിനെ വരെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു നെയിമിൽ ഈ ഒരു മെത്തേഡിലൂടെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് എൻകാപ്സുലേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു തിയറി കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വരിക. ഇതിനകത്ത് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാറ്റിക് എന്താണ്, അങ്ങനത്തെ പബ്ലിക് അതുപോലെ തന്നെ പ്രൈവറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പറയാത്തത് ആക്സസ് മോഡിഫയേഴ്സും എല്ലാം തന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടിക്കൽ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യാം നെക്സ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രാക്ടിക്കലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരുപാട് മുന്നേ ആണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അധികം പേരൊന്നും എന്ത് ചെയ്തിട്ടില്ല, കമൻ്റ് ഒന്നും ചെയ്ത് കണ്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത വീഡിയോസിനകത്തൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഇപ്പം ഈ ഒരു ടൈമിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പിനകത്തൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ്
ഏർലി ആക്സസ് ആയിട്ട് കിട്ടും. നേരത്തെ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്തിട്ട് ആ ഒരു വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.